നമസ്കാരം ഗൈസ്, ഡേ 2 ഓഫ് ഡെയിലി വ്ളോഗ് വിത്ത് ട്രേഡിംഗ് ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഡേ അടിപൊളി ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡേയും അടിപൊളി ആവണേ എൻ്റെ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങി. ഇപ്പോൾ പേപ്പർ വായനയൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങി. കാരണം ട്രേഡിങ്ങിനെ പറ്റി വല്ല ന്യൂസ് ഉണ്ടെങ്കിൽ അത് വിടാണ്ട് നോക്കണം. കാരണം ഓരോ ചാൻസും ഓരോ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. അതിനുശേഷം ഞാനൊരു കുളി അങ്ങ് പാസ്സാക്കി. കുളിച്ച് കഴിയുമ്പോൾ ഭയങ്കര എനർജിയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ആപ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ ട്രേഡിംഗ് ഓഫീസിലേക്ക് ഇറങ്ങി. ഞാൻ ആക്ച്വലി നേരത്തെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാനായിരുന്നു ആക്ച്വലി ലേറ്റ് എന്ന്. ബാക്കി എല്ലാവരും ഓൺ ടൈം എത്തിയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗ്രൂപ്പ്. അടിപൊളി ഗ്രൂപ്പ് അല്ലേ. അങ്ങനെ ഡിസ്കഷനിലിരിക്കുമ്പോഴാണ് എനിക്ക് ആമസോണിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ ബിഗ് ബില്യൺ സെയിലിൽ നമ്മൾ TV ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ചാർട്ടും ഗ്രാഫും ഒക്കെ നോക്കാൻ വേണ്ടി ഒരു ബിഗ് സ്ക്രീൻ നമ്മൾ കുറേ നാളായി നോക്കി നടക്കുന്നു. സോ ഓഫർ വന്നപ്പോൾ നമ്മളൊരു TV എടുത്തു. 32 ഇഞ്ചിൻ്റെ വ്യൂവിൻ്റെയാണ് TV. അങ്ങനെ TV ഒക്കെ കിട്ടി. ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഓഫീസ് റൂമിലേക്കാണ്. ഈ ഓഫീസ് റൂം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ട്രേഡിംഗ് പഠിപ്പിച്ച ആശാൻ്റെ വീടിൻ്റെ മേലെയാണ്. അത് ഞങ്ങളൊരു ഓഫീസ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ TV മേടിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഒരു മെയിൻ ആഗ്രഹമായിരുന്നു ഒരു ബിഗ് സ്ക്രീൻ നമ്മുടെ ഓഫീസ് റൂമിൽ. ആ സംഭവം സക്സസ്ഫുള്ളി ഡൺ. അങ്ങനെ എല്ലാവരും ഹാപ്പിയായിരുന്നു. TV ആണ് ഇന്നത്തെ മെയിൻ താരമെങ്കിലും നമ്മുടെ ട്രേഡ് ഒന്ന് വിട്ടൊരു കളിയില്ല. അങ്ങനെ നല്ലൊരു എൻട്രി ചെയ്ത് നല്ലൊരു പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റി. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും നമുക്ക് 2955 റുപ്പീസിൽ നമ്മൾ ലെഫ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേയും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 5 മണിയായപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലേസായ എൻ്റെ ഗ്രൗണ്ടിലേക്ക് പോയി. എന്നും കല്ല് പറക്കി ടോസ് അടിച്ചു. നമുക്ക് തന്നെ ബാറ്റിംഗ്. അതങ്ങനെയാണല്ലോ ചാത്തന്മാരുടെ ഒരു കളി. പക്ഷേ എന്ത് ചെയ്യാം, ഫസ്റ്റ് കളി തന്നെ അടപടലം തോറ്റു. പക്ഷേ സെക്കൻഡ് കളി ഞങ്ങൾ വാശിയോടെയും ആവേശത്തോടെ നമ്മൾ ജയിച്ചു. അങ്ങനെ ഇവരൊക്കെയാണല്ലോ ഇവിടുത്തെ മെയിൻ താരങ്ങൾ. കളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സൺസെറ്റ് കാണാൻ എന്ത് ലുക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഗ്രാമം അല്ലെങ്കിൽ പൊളിയ. അത് കഴിഞ്ഞ് നൈറ്റ് ഒരു ടാറ്റ ബൈ ബൈ പരിപാടി ഉണ്ടായിരുന്നു. അതെ, ഞങ്ങളുടെ ഫ്രണ്ട് അമൽ ഇന്ന് ജർമ്മനിക്ക് പോവാം. സോ അവൻ്റെ പരിപാടി ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സേമായിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ റിസോർട്ടിൽ ഞങ്ങളൊരു റൂമും ഒക്കെ ബുക്ക് ചെയ്തു. ഒരു റൂമല്ല, 3 റൂമും പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ സ്നൂക്കർ ഗെയിം ഇരിക്കുന്നത്. ലൈഫിൽ ഇന്ന് വരെ ഞാൻ സ്നൂക്കർ കളിച്ചിട്ടില്ല. എന്നാൽ കളിക്കാമെന്ന് വിചാരിച്ചു. കളിക്കുമ്പോൾ പ്രൊഫഷണലായിട്ട് കളിക്കണം. അപ്പോഴാണ് അറിഞ്ഞത് വൈറ്റാണ് സ്ട്രൈക്കർ എന്ന്. അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഡാൻസായി, കൂത്തായി, പിന്നെ എന്തൊക്കെയോ ബഹളങ്ങളായിരുന്നു. എന്തായാലും ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ഡാൻസർ ആയതുകൊണ്ട് അധികം വീഡിയോയിൽ കാണിക്കുന്നില്ല. ക്ഷീണിച്ച് ഞങ്ങൾ നേരെ പൂളിലേക്ക് ചാടി. അങ്ങനെ അവിടെ അടിച്ച് പൊളിച്ച് നീന്തി കുളിച്ച് 1 മണി വരെ ഞങ്ങൾ അങ്ങനെ പൂളിലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഞാൻ മൊത്തത്തിൽ ഹാപ്പിയാണ്. നല്ലൊരു ട്രേഡും നല്ല പരിപാടിയും ഫ്രണ്ട്ഷിപ്പും എല്ലാം കൊണ്ടും. നമ്മുടെ ചാലഞ്ച് ഇനിയും കണ്ടിന്യൂ ചെയ്യും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ഉണ്ടാവുക. അപ്പോൾ ബൈ ഗൈസ്, ശുഭദിനം.